ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ബജാജ് ഫ്രീഡം 125 ആണ്. ബജാജിന്റെ ഏറ്റവും പുതിയ ലോകത്തിലെ ആദ്യത്തെ CNG ബൈക്കാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമുക്ക് ഇതിന്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. സോ വിത്തൗട്ട് വേസ്റ്റിംഗ് മച്ച് ഓഫ് ടൈം, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. Pump up the baseline. Pump up the ഈ വണ്ടിക്ക് അനേകം പ്രത്യേകതകൾ വരുന്ന ഒരു വണ്ടിയാണ്. ഈ വണ്ടിക്ക് 2 ഫ്യൂലിംഗ് കൊടുത്തിട്ടുണ്ട്, CNGയും കൊടുത്തിട്ടുണ്ട്, അത് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്, അതുപോലെ പെട്രോളും കൊടുത്തിട്ടുണ്ട്. പെട്രോൾ നിങ്ങൾക്ക് പെർ ലിറ്റർ 66 മൈലേജ് കിട്ടുന്നതാണ്. അതുപോലെ CNGയിൽ പെർ കിലോ നിങ്ങൾക്ക് 100 കിലോമീറ്റർ റേഞ്ച് കിട്ടുന്നതാണ്. അതാണ് ഈ വണ്ടിയുടെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത. പിന്നെ നിങ്ങൾക്ക് ഈ വണ്ടിയെ പറ്റി പറയുമ്പോൾ കുറച്ച് പേടികൾ കാണും. കാരണം നമ്മൾ ഇരിക്കുന്നതിന് താഴെ ഒരു ബോംബ് വെച്ചേക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുമായിരിക്കും. പക്ഷേ അത് പേടിക്കേണ്ട കാര്യമില്ല. കാരണം ബജാജ് ഏകദേശം 11ഓളം ടെസ്റ്റുകൾ ഈ വണ്ടിയെ ചെയ്തിട്ടുണ്ട്. വണ്ടി ഇടിപ്പിക്കുക, വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും കൊണ്ട് ഇടിപ്പിക്കുക, വണ്ടി മറിച്ചിട്ടിട്ട് ലോറി കയറ്റി ഇറക്കുക. എന്നിട്ടും CNGക്കോ ഒന്നും ഒരു പ്രശ്നവും വന്നിട്ടില്ലെന്നാണ് ബജാജ് ക്ലെയിം ചെയ്തേക്കുന്നത്. ആദ്യമായിട്ടായിരിക്കും ഇത്ര ഒരു ക്രാഷ് ടെസ്റ്റ് ഒരു ബൈക്കിൽ ചെയ്യുന്നത്. അപ്പം നമുക്ക് വണ്ടിയുടെ വിശേഷങ്ങളിലേക്ക് ഇനിയും കിടക്കാം. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാം. നമുക്കിനി എല്ലാ വീഡിയോയിലെ പോലെ വണ്ടിയുടെ ലുക്കിൽ നിന്ന് തന്നെ കാര്യങ്ങളെല്ലാം തുടങ്ങാം. വണ്ടിയുടെ ഫ്രണ്ട് വ്യൂയിലേക്ക് തന്നെ വരുമ്പോഴത്തേക്കും നമുക്ക് മീറ്റർ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഈ മീറ്റർ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു സ്ക്രൂ കൊടുത്തിട്ടുണ്ട്. ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഈ മീറ്റർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റിൻ്റെ യൂണിറ്റ് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഹാലോജൻ ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് 2 സൈഡിലും. പിന്നെ നമുക്ക് LED ഹെഡ്ലാമ്പ് യൂണിറ്റ് 2 ചേമ്പറായിട്ട് ഒരു DRL നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് നമ്മുടെ നോർമൽ വണ്ടി കണ്ടിട്ടുള്ള പോലെ തന്നെ ടെലിസ്കോപ്പിക് ഷോക്ക് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫൈബർ ആയിട്ടുള്ള ഫ്രണ്ടിലത്തെ ഫെൻഡേഴ്സ് കാണാൻ പറ്റുന്നുണ്ട്. ഇനി വണ്ടിയുടെ ഷോക്കെ തന്നെ നമുക്ക് ഫ്രീഡം എന്നുള്ള ബാഡ്ജിങ്ങൾ കാണാൻ പറ്റുന്നത്. അത് ഇന്ത്യയുടെ ഫ്ലാഗിനെ ഡിനോട്ട് ചെയ്യുന്ന ഒരു സിമ്പിൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് ഡിസ്ക് ബ്രേക്കാണ് ഫ്രണ്ടിൽ കൊടുത്തേക്കുന്നത്. ഇത് ടോപ്പ് വേരിയൻ്റ് ആയതുകൊണ്ടാണ് ഇത് ഡിസ്ക് ബ്രേക്ക് വരുന്നത്. ഇതിൻ്റെ താഴത്തെ 2 വേരിയൻറ്റിൽ ട്രം ബ്രേക്കാണ് ഫ്രണ്ടിലും ബാക്കും കൊടുത്തത്. പിന്നെ ഇതിന് കോംബി ബ്രേക്കിംഗ് സിസ്റ്റമാണ് വണ്ടിക്ക് സ്റ്റാൻഡേർഡായിട്ട് 3 വേരിയൻറ്റിലും കൊടുത്തേക്കുന്നത്. പിന്നെ നമ്മുടെ ടയറിൻ്റെ സൈസിലേക്ക് കിടന്ന് 90-90-17 തന്നെ ടയേഴ്സാണ് കൊടുത്തേക്കുന്നത് ഇവിടെ. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് ഡ്യുവൽ പർപ്പസ് ടയേഴ്സാണ് വണ്ടിക്ക് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് വണ്ടിയുടെ ഇപ്പുറത്തെ സൈഡിലേക്ക് വരുവാണെങ്കിൽ നമുക്കിവിടെ വണ്ടിയുടെ ടാങ്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഈ ടാങ്ക് ലീഡിൻ്റെ അകത്ത് തന്നെയാണ് പെട്രോളും CNGയും ഫില്ല് ചെയ്യുന്നത്. പിന്നെ നമുക്കിവിടെ ബജാജ് ഫ്രീഡം എന്ന് പറഞ്ഞൊരു ബാഡ്ജ് കാണാൻ പറ്റുന്നു. ഇവിടെ നമുക്ക് ഗ്രാഫിക്സ് കാണാൻ പറ്റുന്നത്. ഈ ഗ്രാഫിക്സ് ഇതിൻ്റെ 7 കളേഴ്സിനനുസരിച്ച് ഗ്രാഫിക്സ് മാറുന്നതാണ്. പിന്നെ ഫിറ്റ് ആൻഡ് ഫിനിഷ് ഒക്കെ ഫൈബർ പാർട്സാണ് കൊടുത്തേക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വെൽ ബിൽഡ് ഫൈബർ പാർട്സ് ആണ് കൊടുത്തേക്കുന്നത്. ഇനി നമ്മൾ വണ്ടിയുടെ എഞ്ചിൻ്റെ സൈഡിലേക്ക് എടുക്കുകയാണെങ്കിൽ ഇതൊരു 125cc ഓയിൽ കൂൾഡ് 2 വാൽവ് എഞ്ചിനാണ് വണ്ടിക്ക് കമ്പനി കൊടുത്തേക്കുന്നത്. ഇനി ഈ വണ്ടിക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന മാക്സിമം പവർ ഫിഗേഴ്സ് എന്ന് വെച്ചാൽ 9.5 PS പവർ അറ്റ് 8000 RPM, അതുപോലെ തന്നെ 9.7 Nm ടോർക്ക് അറ്റ് 6000 RPM ആണ് ഈ വണ്ടിക്ക് മാക്സിമം ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന പവർ ഫിഗേഴ്സ്. പിന്നെ ഈ വണ്ടിയുടെ എഞ്ചിനെ പറ്റി പറയുന്നത് ഒരു ഹൊറിസോണ്ടൽ ഇൻക്ലൈൻഡ് എഞ്ചിനാണ്. പിന്നെ ഇതിന്റെ ഫ്രെയിമിനെ പറ്റി പറയുകയാണെങ്കിൽ ടെലിസ് ഫ്രെയിം ആണ് ഇതിന് കൊടുത്തേക്കുന്നത്. അതായത് സ്ട്രോങ് ആൻഡ് റിജിഡ് ഫ്രെയിം ആണ് ഈ വണ്ടിക്ക് കമ്പനി കൊടുത്തേക്കുന്നത്. ഇനി വണ്ടിയുടെ താഴത്തെ വിശേഷങ്ങളിലേക്ക് എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്ട്രോങ് ആൻഡ് സ്റ്റഡി ബിൽഡ് ആയിട്ടുള്ള ക്രാഷ് ഗാർഡ് കൊടുത്തിട്ടുണ്ട്. വെറൈറ്റി ഡിസൈനിൽ ഫ്രണ്ടിലോട്ടൊക്കെ തള്ളി നിൽക്കുന്ന രീതിയിൽ. പിന്നെ ബജാജിൻ്റെ ഒരു ലോഗോ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ നല്ലൊരു പ്രൊട്ടക്ഷൻ കണ്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ലിവേഴ്സിനും അതിൻ്റെ ഗ്രിപ്പിങ്ങും കാര്യങ്ങളും നമ്മുടെ ഫുഡ് റെസ്റ്റ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ബാക്കിലോട്ട് വരുമ്പോൾ ബാക്കിലത്തെ പില്ലിയൻ ഫുഡ് റെസ്റ്റ് ഇവിടെ കാണാൻ പറ്റുന്നു. പിന്നെ സൈലൻസറും അതിൻ്റെ ഒരു സൈലൻസർ ഗാർഡും നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് വണ്ടിയുടെ സൈഡിലത്തെ വിശേഷങ്ങൾ. ഇനി നമ്മൾ വണ്ടിയുടെ ബാക്കിലത്തെ സസ്പെൻഷനിലേക്ക് എടുക്കുകയാണെങ്കിൽ നമുക്കൊരു മോണോഷോക്ക് സസ്പെൻഷൻ ആണ് കൊടുത്തേക്കുന്നത് എൻഡോറൻസിൻ്റെ. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ പ്രീമിയം വണ്ടികളായ CBR-ലൊക്കെ കണ്ട പോലെ ലിങ്ക്ഡ് സസ്പെൻഷനാണ് ഈ വണ്ടിക്ക് കൊടുത്തേക്കുന്നത്. ഇനി നമ്മൾ വണ്ടിയുടെ ടയറിൻ്റെ വിശേഷങ്ങളിലേക്ക് എടുക്കുകയാണെങ്കിൽ ഇതിന് യൂറോ ഗ്രിപ്പിൻ്റെ ടയേഴ്സ് ആണ് കൊടുത്തേക്കുന്നത്. 120, 70, 16 തന്നെ ട്യൂബ്ലെസ് ടയേഴ്സ് ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ ബ്രേക്കിംഗ് സൈഡിലേക്ക് എടുക്കുകയാണെങ്കിൽ ബാക്കിൽ നമുക്ക് എല്ലാ വേരിയൻറ്റിലും ഡ്രം തന്നെയാണ് വരുന്നത്. 130 mm ഡ്രം ബ്രേക്കാണ് കൊടുത്തത്. പിന്നെ ഇതിന് കോംബി ബ്രേക്കിംഗ് സിസ്റ്റം ഉണ്ട്. അതിൻ്റെ കേബിളും കാര്യങ്ങളെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് ഇങ്ങോട്ട് ബാക്കിലത്തെ ടയർ ഹഗ്ഗർ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമ്മൾ വണ്ടിയുടെ ബാക്കിലത്തെ വിശേഷങ്ങളിലേക്ക് എടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ അത്യാവശ്യം നല്ല പിടിച്ചിരിക്കാൻ പറ്റുന്ന സ്ട്രോങ് ആൻഡ് സ്റ്റഡി ബിൽഡ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്കൊരു വെറൈറ്റി രീതിയിലുള്ള നമ്മുടെ LED ടൈൽ ലാമ്പ് യൂണിറ്റ് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്പർ പ്ലേറ്റിൻ്റെ ലൈറ്റ് കാര്യങ്ങൾ, നമ്പർ പ്ലേറ്റിൻ്റെ റിഫ്ലക്റ്റേഴ്സും കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ ഹാലോജൻ ആയിട്ടുള്ള ഇൻഡിക്കേറ്റർ ബൾബും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഈ സൈഡിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ NG04 എന്ന് പറഞ്ഞ എഴുത്ത് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇവിടെ 2 സൈഡിലും നമുക്ക് ഹുക്ക് കാണാൻ പറ്റുന്നത്. ഈ സൈഡിൽ ഇപ്പുറത്തെ സൈഡിലും ഇത് ഫൈബർ ആണെങ്കിൽ പോലും അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി വരുന്ന ഫൈബർ പാർട്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ നമുക്കിവിടെ സാരി ഗാർഡ്, പിന്നെ ലേഡീസ് ഫുഡ് റെസ്റ്റ് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മുടെ ലിവേഴ്സും നമ്മുടെ ഫുഡ് റെസ്റ്റും കാര്യങ്ങളെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. പിന്നത്തെ ഇവിടെ ഒരു ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. സമാധാനത്തിൻ്റെ സിമ്പിളായ നമ്മുടെ കലമാനെ നമുക്കിവിടെ കാണാൻ പറ്റും. 2 സൈഡിലുണ്ട്, അപ്പുറത്തെ സൈഡിലും ഉണ്ട്. പിന്നെ അപ്പുറത്തെ ഗ്രാഫിക്സും കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്.
ഇനി ഈ വണ്ടിയിൽ എടുത്തു പറയേണ്ട ഇതിൻ്റെ സീറ്റിൻ്റെ കാര്യങ്ങളാണ്. അത്യാവശ്യം നല്ല വെൽ കുഷൻഡ് ആയിട്ടുള്ള നല്ല ലോങ് ആയിട്ടുള്ള സീറ്റാണ്. നമ്മളെ കേരള MVDക്ക് ഫൈൻ അടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സീറ്റിംഗ് ആണ് കൊടുത്തേക്കുന്നത്. അതായത് ഒരു 4 പേർക്ക് സുഖമായിട്ടിരിക്കാം, 2 പിള്ളേരും അച്ഛനും അമ്മയ്ക്കും ഇത് സുഖമായിട്ടിരിക്കാൻ പറ്റുന്നതാണ്. ഇത് എനിക്ക് തോന്നുന്നത് നോർത്ത് ഇന്ത്യ ബേസ് ചെയ്ത് ഇറക്കിയേക്കുന്ന ഒരു വണ്ടിയാണ്. കേരളത്തിൽ ഇതായിട്ട് പറഞ്ഞാൽ നമ്മുടെ MVDക്ക് ചാകരയായിരിക്കും എന്നുള്ള ഒരു ഉറപ്പാണ്. ഇനി നമുക്ക് ഈ സീറ്റ് തുറന്നിട്ട് സീറ്റിൻ്റെ അടിയിൽ എന്തൊക്കെ വിശേഷങ്ങളുണ്ടെന്ന് നമുക്ക് നോക്കാം. അതിന് നമുക്ക് കീ ഹോൾ ഇവിടെയാണ് കൊടുത്തേക്കുന്നത്, സീറ്റിൻ്റെ അടിയിലായിട്ടാണ് കൊടുത്തേക്കുന്നത്. നമ്മൾ തിരിച്ചിട്ട് സീറ്റ് പൊക്കി കഴിയുമ്പം നമുക്കത് 2 കിലോയുടെ ഫ്യൂൽ ടാങ്ക് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് CNGയുടെ. പിന്നെ ഇതിനെ ഹോൾഡ് ചെയ്തേക്കുന്ന ഹോൾഡറും കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ നമ്മുടെ വണ്ടിയുടെ ബാറ്ററി ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ കേബിളും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ, ഇതാണ് സീറ്റിൻ്റെ അടിയത്തെ വിശേഷങ്ങൾ. പിന്നെ നമുക്ക് ഇവിടെ ഒരു വെന്റിലേഷൻ പോലെ നമുക്ക് ഇതിന് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടിയുടെ സ്വിച്ചസിൻ്റെ മീറ്ററിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. സ്വിച്ചസ് വരുന്ന ബേസിക് സ്വിച്ചസ് തന്നെയാണ്. ഡിമും ബ്രൈറ്റും പാസും ആയിട്ടുള്ള ഇൻഡിക്കേറ്റർ ആണ് സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പെട്രോൾ CNG സ്വിച്ച് ചെയ്യാനുള്ള സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കോൾ എടുക്കാൻ ആൻസർ ചെയ്യാനുള്ള സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻഡിക്കേറ്റേഴ്സിൻ്റെ സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഹോണിൻ്റെ സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ സെല്ലിലേക്ക് വരുമ്പോൾ നമ്മുടെ സൈലന്റ് ഇഗ്നിഷൻ, അതിന് പറയുന്നത് IST ടെക്നോളജി എന്നാണ് ബജാജിനെ വിളിക്കുന്നത്. ഇനി നമുക്ക് മീറ്ററിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. മീറ്റർ ഒരു നെഗറ്റീവ് LCD മീറ്ററാണ് കൊടുത്തേക്കുന്നത്. ബേസിക് കാര്യങ്ങൾ വരുന്നത് FIയുടെ വാണിംഗ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ലോ ഫ്യൂൽ വാണിംഗ് ഒക്കെ വരുന്നുള്ളൂ. പിന്നെ നമുക്ക് മീറ്ററിനകത്ത് ബ്ലൂടൂത്തിൻ്റെ സിമ്പിൾ, സൈഡ് സ്റ്റാൻഡ് വാണിംഗ്, പിന്നെ നമ്മുടെ ഓഡോമീറ്റർ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്, ടൈം കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മുടെ ഏത് ഗിയറിലാണ് വണ്ടി കിടക്കുന്നത്, പിന്നെ മോഡേൺ ഞെക്കുന്നതനുസരിച്ച് ട്രിപ്പ് 1, 2 കാര്യങ്ങളെല്ലാം ഇവിടെ സ്വിച്ച് ആവുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ ഇതിന് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉള്ളൊരു മീറ്ററാണ്. ഇനി ഹാൻഡിലിൻ്റെ സൈഡിലേക്ക് കിടക്കണമെങ്കിൽ അത്യാവശ്യം ക്രോസ് ആയിട്ടുള്ള നല്ല വിട്ട് വരുന്ന ഒരു ഹാൻഡിൽ ബാർ തന്നെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ എടുത്ത് പറയേണ്ട കാര്യം വെച്ചാൽ ഇവിടെ നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യാനുള്ളൊരു USB പോർട്ട് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. അതുപോലെ തന്നെ നമുക്ക് ഈ വണ്ടിക്കകത്ത് എങ്ങനെയാണ് ഫ്യൂൽ അടിക്കുന്നത് നോക്കാം. ഫ്യൂൽ അടിക്കണമെങ്കിൽ നമ്മൾ താക്കോൽ വെച്ച് ഈ ലിഡ് തുറക്കുക. ഈ ലിഡ് തുറക്കുമ്പോൾ നമുക്ക് ഇവിടെ കൊടുത്തേക്കുന്നതാണ് പെട്രോൾ, ഇതാണ് CNGയുടെ ഫ്യൂലിംഗ് കൊടുത്തേക്കുന്നത്. ഇനി നമ്മൾ ഈ വണ്ടിയുടെ കെയർ വെയിറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ 149 കിലോ ആണ് ഈ വണ്ടിയുടെ കെയർ വെയിറ്റ് വരുന്നത്. പിന്നെ സീറ്റ് ഹൈറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ 825 mm സീറ്റ് ഹൈറ്റ് ആണ് വരുന്നത്. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസിനെ പറ്റി പറയുകയാണെങ്കിൽ 170 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഈ വണ്ടിക്ക് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഈ വണ്ടിയുടെ സൈലൻസറിന്റെ സൗണ്ട് എങ്ങനെയുണ്ടെന്ന് കേൾക്കാം. നിങ്ങളിപ്പോൾ സ്റ്റാർട്ടാക്കിയപ്പോൾ സൗണ്ട് ഒന്നും കേട്ടില്ലല്ലോ, ഇതാണ് ആ വണ്ടിയുടെ ടെക്നോളജി. ഈ വണ്ടിയുടെ സൈലൻസറിന്റെ സൗണ്ട് കേട്ടിട്ട് എങ്ങനെയുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇതാണ് ഈ വണ്ടിയുടെ സൈലൻസറിന്റെ സൗണ്ട്. അത്യാവശ്യം നല്ലൊരു സീറ്റ് സൗണ്ട് തന്നെയാണ് വണ്ടിക്ക് കമ്പനി കൊടുത്തേക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് എനിക്ക് ബജാജ് ഫ്രീഡം 125നെ പറ്റി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. നമുക്ക് ഈ വണ്ടി തന്ന് സഹായിച്ച കോട്ടയത്തെ റോയൽ ബജാജാണ്. അവർ തന്നെയാണ് ഈ വണ്ടിയുടെ ഓതറൈസ്ഡ് ഡീലർ കോട്ടയത്ത് വരുന്നത്. നിങ്ങൾക്ക് എന്ത് ഡൗട്ടോ കാര്യങ്ങളോ ഈ വണ്ടിയായിട്ടുള്ള എൻക്വയറി കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാൻ ഞാൻ ഡീറ്റെയിൽസ് നമ്മുടെ പിൻ കമൻറ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. പിന്നെ ഈ വണ്ടിക്ക് 7ഓളം കളേഴ്സ് വരുന്നുണ്ട്. കോട്ടയത്ത് ഈ വണ്ടിയുടെ ഷോറൂം പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 95,000 രൂപയിലാണ്. അത് ഏകദേശം 1-10 വരെ പോകുന്നതാണ്. ഈ വണ്ടിക്ക് 3 വേരിയൻറ്റും വരുന്നുണ്ട്, 7ഓളം കളേഴ്സും വരുന്നുണ്ട്. അപ്പം മറ്റൊരു വീഡിയോയിൽ കാണാമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇറ്റ്സ് മീ ബിബിൻ സൈനിങ് ഔട്ട്. താങ്ക് യു.